മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് 130 വർഷത്തെ സിൽട്ടില്ല, ചെളിയില്ല എൻ്റെ ഉള്ളിൽ. മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സകലതും നശിക്കും. 1924 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിലൊരു മല കാണാതായി. വെറും വെള്ളപ്പൊക്കാന്ന് ഓർക്കണം. അപ്പൊ ഇതേപോലെ ഒരു ഡാം തകർച്ചയുണ്ടായ മുമ്പിലുള്ള മല മറിഞ്ഞ് വീണാൽ ഗതി തന്നെ മാറത്തില്ലേ? ഇവര് നടത്തിയ പരിശോധനയിലും കൂടുതൽ പരിശോധന പി ജെ ജോസഫ് പണ്ടൊരിക്കൽ നടത്തും. കൊടയുടെ കമ്പി കൊണ്ട് കുത്തി നോക്കി ഇതിന്റെ പ്ലാസ്റ്ററിങ് ഇളകുന്നു. അയാൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം വീക്കാണെന്ന്. ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു കാലത്ത് ഇവര് പരിശോധിച്ചിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ബേസ് പരിശോധിച്ചായിരുന്നു, വെള്ളം കിടക്കുന്ന ഭാഗത്ത്. ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ഇത് പറയണേ എന്താന്ന് വെച്ചാൽ കരാറ് പോകരുത്. ഈ 999 ഇയേഴ്സിന്റെ കരാറ് നിലനിൽക്കണം. ഏറ്റവും വലിയ ചതിയാണ് 999 ഇയേഴ്സ് കരാറ്. ഡാമിന്റെ ചരിത്രങ്ങൾ നോക്കുക. ബാൻഗ്യാവോ ഡാം തപ്പൊട്ടി, അതിൽ നിന്നും കുറെ പേരൊക്കെ രക്ഷപ്പെട്ടവർക്ക് വലിയ രോഗങ്ങൾ വന്ന് ദാരുണമായിട്ട് മരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിയിൽ എത്ര വിഷ ഫാക്ടറികളുണ്ട്? ഈ വിഷം പുറത്തേക്ക് വന്ന ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ട്രാജഡിയല്ലേ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്? ഇവരെന്ത് തമാശ കളിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ബുദ്ധിയും കൊണ്ട് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും ഈ ക്രൂഡ് ഓയിൽ പുറത്തേക്ക് വന്ന് കടലിൽ പാട പോലെ വരും. ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോണ സാധനമല്ല, പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. ബോംബ് എക്സ്പ്ലോഷനേക്കാളും വലിയ ഒരു ട്രാജഡി ആവൂലേ? എൻ്റെ ലക്ഷ്യം ജീവൻ മാത്രമാണ്, ജീവൻ മാത്രം. നമ്മുടെ മക്കള് നമ്മുടെ മുമ്പിൽ കിടന്ന് പെടയായിരുന്നു. ലിബിയയിലെ ഡെർണയിൽ കണ്ടതാണ്. 2 TMC വെള്ളം കൊണ്ട് അങ്ങോട്ട് പോയി. ഡെർണ നഗരത്തെ മുഴുവനും വഹിച്ചുകൊണ്ട് കടലിൽ പോയി. തിരിച്ചു കയറി വന്നത് ഒരു സുനാമി പോലെ വന്നത് 7 നില കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ്. 2 TMC വെള്ളമായിട്ട് പോയതാണ്. ഇവിടെ 120 TMC വെള്ളം ഉള്ളത്. മുല്ലപ്പെരിയാർ പൊട്ടി വരുവാണെങ്കിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗത്തെ വലിയ രീതിയിൽ കേരളം മൊത്തത്തിലാണ് ഷോക്കിലായത്. അപ്പം മുല്ലപ്പെരിയാർ പോലൊരു ഡാം പൊട്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർ പറഞ്ഞു ഇന്ത്യയെ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു ഡിസാസ്റ്റർ ആണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും? അത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പഠിച്ച റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം ഒഴുകി വരുന്ന ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. വെള്ളമാണോ യഥാർത്ഥത്തിൽ ഒഴുകി വരുന്നത്? 130 വർഷത്തെ സിൽട്ടില്ല, ചെളിയില്ല എൻ്റെ ഉള്ളിൽ. ഡാം ഒരു മേസൺറി ഡാമാണ്. കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച്, കരിങ്കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയതാണ്. ആ കല്ലുകൾ ഇങ്ങോട്ട് വരില്ലേ? താഴേക്ക് വരൂലേ? മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ, കെട്ടിടങ്ങൾ, ജീവജാലങ്ങൾ, ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഈ കൂട്ടത്തോടെ ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ? മനുഷ്യൻ്റെ ശവശരീരങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ വെള്ളമാണോ ഒഴുകി വരുന്നത്? ഇത് ഒഴുകി വന്നാൽ മുമ്പിൽ നിൽക്കുന്ന സകലതും നശിക്കും. ഇത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് നിപതിക്കുക ചെയ്യുന്നത്. ഇങ്ങോട്ട് വീഴുക. ആൾക്കാർ വിചാരിച്ചിരിക്കണ പോലെ ഇങ്ങനെ മെല്ലെ ഇങ്ങോട്ട് ഒഴുകി വന്ന് സമാധാനമാവണ ഒരു പ്രക്രിയ അല്ല ഇത്. 850 മീറ്റർ ഉയരത്തിൽ നിന്ന് പൊടുന്നനെ ഇങ്ങോട്ട് താഴേക്ക് വീഴുക. ഈ ഒരു ശക്തിയുടെ മുമ്പിൽ ഒരു പ്രതിബന്ധങ്ങളുമില്ല. ഒരുപക്ഷെ ഒരു മല മറിഞ്ഞ് നമ്മുടെ 99 വെള്ളപ്പൊക്കം എന്ന് പറയും. 1924 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിലൊരു മല കാണാതായി. ഒരു മലയെ വാനിഷ്ടായി. വെറും വെള്ളപ്പൊക്കാന്ന് ഓർക്കണം. അപ്പൊ ഇതേപോലെ ഒരു ഡാം തകർച്ചയുണ്ടായ മുമ്പിലുള്ള മല മറിഞ്ഞ് വീണാൽ ഗതി തന്നെ മാറത്തില്ലേ? ഈ പ്രവാഹത്തിന്റെ ഗതി മാറില്ലേ? വേറൊരു ഡിസ്റ്റൻസിൽ പോകൂലേ? ഇതിന്റെ അടിയിൽ 10-14 ഡാംസ് ഉണ്ട്. ഡയറക്റ്റ് ലൈനിലല്ല, ഇതിന്റെ താഴെ പല ഭാഗത്തായിട്ട്. അവിടേക്കൊക്കെ ഈ പ്രഹരശേഷി പോയാൽ എത്ര ഡാം തകരുമെന്ന് എന്തെങ്കിലും നിശ്ചയം ഉണ്ടാവും? പലരും പറയുന്നുണ്ട് ഇടുക്കി ഡാമിന് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇടുക്കി ഡാമിന് അതിനെ തടയാൻ പറ്റുമെന്നൊരു ഒരു പ്രത്യാശയുടെ മുന്നിലാണ് ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ കേസിൽ. ആരാ ഇത് പറഞ്ഞത്? പറഞ്ഞ ഒരാളെ പറ. സർക്കാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. സർക്കാർ പറഞ്ഞതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല. അതായത് മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി താങ്ങിക്കോളൂന്ന് കേരള സർക്കാർ, അത്ര വലിയ വിവരക്കേടൊന്നും കേരള സർക്കാരിന് ഇല്ലയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടാ. ഇടുക്കി താങ്ങിക്കോളൂന്ന് പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പറഞ്ഞ ഒരു മഹാനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഇവിടെ ഇരുന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ആതിര, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സ്വയം ഇരുന്ന് പറയുന്നതല്ല. ഇത് വിദഗ്ധർ പറഞ്ഞത് ഏറ്റു പറയുന്നതാണ്. ഞാൻ എങ്ങനെ ഇത് പറയും? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ, ഒരു ലോയറാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ അദ്ദേഹം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുക. ഏത് റിപ്പോർട്ടാണ്? എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ട്. എംബോർഡ് കമ്മിറ്റിയിൽ 3 ജഡ്ജിമാർ
രണ്ട് എക്സ്പേർട്സ് എന്ത് എക്സ്പേർട്സാണ്? സിവിൽ എഞ്ചിനീയേഴ്സ്. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ഡാം എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, വേറെ ശാസ്ത്രശാഖകളിൽ പ്രാവീണ്യമുള്ള ആളുകളും വേണം. എല്ലാവരുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞ റിലയബിലിറ്റി സയൻറ്റിസ്റ്റും റിലയബിലിറ്റി സയൻസും. ഇത് സിവിൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് പഠനമാണ് ഇവർ നടത്തിയത്? മുല്ലപ്പെരിയാറിൽ പോയിട്ട് എംബോർഡ് കമ്മിറ്റി എന്ത് പഠനം നടത്തി? അതിൻ്റെ അടിയിലുള്ള സൂപ്പർവൈസറി കമ്മിറ്റി എന്ത് പഠനം നടത്തിയത്? അതിൻ്റെ അടിയിലുള്ള സബ് എഞ്ചിനീയേഴ്സ് എന്ത് പഠനമാണ് അവിടെ നടത്തിയത്? ഇടയ്ക്ക് സാർ ഒരു നിവേദനം പോലെ 140 മണ്ഡലങ്ങളിലും കൊടുക്കുന്ന അതിനെന്തായിരുന്നു സാർ റിസൾട്ട് ഉണ്ടായത്? ഒരു റിസൾട്ടും ഇല്ല. ആരും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അതൊന്നും ഇതെല്ലാം ഞാൻ നെറ്റിൽ എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, കേരളത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ, അത് ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരമൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നെറ്റിൽ കിടക്കല്ലേ. ഇവരുടെ കാലമല്ല ഇപ്പോൾ. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നെറ്റിലുണ്ട്. ഇവരെത്ര വലിയ പാതകമാണ് ചെയ്ത് കൂട്ടിയതെന്ന് കാലം പറയും. 2018 ശേഷമാണ് മഴ ഇത്രയധികം നമുക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത്. 2018 ശേഷം മുല്ലപ്പെരിയാറിൻ്റെ കേസിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ, നടപടികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? 2018 തൊട്ട് 2024 ഇപ്പോൾ ഈ ഒരു വയനാടിൻ്റെ ദുരന്തം കൂടെ എത്തി നിൽക്കുന്ന ഈ സമയം വരെ അതാണ്. ഈ എംബോർഡ് കമ്മിറ്റിയുടെ സൂപ്പർവിഷനിലാണ് ഈ മറ്റേ മുല്ലപ്പെരിയാർ ഡാം. അവർ പറയുന്നതാണ്. അവരെന്താണോ പറയുന്നത്, അവർ എന്ത് വിദഗ്ധ പരിശോധനയാണ് നടത്തിയതിനെ കുറിച്ചൊന്നും ആർക്കും ഒന്നും അറിയില്ല. അവർ സുരക്ഷിതമാണെന്ന് പറയുന്നു. അതാണ് നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് കെ ടി തോമസ് ഏറ്റു പറഞ്ഞത്. ഈ റിപ്പോർട്ടുകളൊന്നും എന്താ ജനങ്ങളിലേക്ക്, ഇപ്പം സാർ പറഞ്ഞപ്പോഴാണ് പല സമിതികൾ ഇങ്ങനെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പലരും വന്ന് പഠനം നടത്തിയതെല്ലാം നമ്മൾ അറിയുന്നത് സാർ ഇപ്പോൾ പറയുമ്പോഴാണ്. സാർ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് നടത്തിയതുകൊണ്ട് ഇതൊന്നും ജനങ്ങളെ അറിയിക്കാതെ മുല്ലപ്പെരിയാറിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഫോട്ടോ പോലും, അല്ലെങ്കിൽ പലതും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ പോലും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിള്ളലുകൾ പല ഭാഗത്തുണ്ട്. എത്രത്തോളം ഇത് ഭീതിയിലാണ് എന്ന് ഇപ്പോഴും പൊതുസമൂഹത്തിന് കറക്റ്റായിട്ടുള്ള ഇമേജ് പോലും ഇല്ല, അല്ലേ സാർ? ശരിയാണ്. ഇവർ നടത്തിയ പരിശോധനയിലും കൂടുതൽ പരിശോധന പി ജെ ജോസഫ് പണ്ടൊരിക്കൽ നടത്തി. കൊടയുടെ കമ്പി കൊണ്ട് കുത്തി നോക്കി. ഇപ്പം ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഇളകുന്നു. അയാൾ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം വീക്കാണെന്ന്. കുടയും കൊണ്ട് കുത്തി നോക്കിയപ്പോൾ മനസ്സിലായോ? അത്രയും പോലും ഈ പറയുന്ന എഞ്ചിനീയേഴ്സിൻ്റെ എനിക്കറിഞ്ഞൂടെ അവരെന്ത് എന്ത് എക്യുപ്മെൻ്റ് ഉണ്ട്. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഈ ഡാം 112 അടിക്ക് താഴെ വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി പരിശോധിക്കാൻ ഇവരുടെ കയ്യിൽ എന്ത് എക്യുപ്മെൻ്റാണ് ഉള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു കാലത്ത് ഇവർ പരിശോധിച്ചിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബേസ് പരിശോധിച്ചായിരുന്നു, വെള്ളം കിടക്കുന്ന ഭാഗത്ത്. ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിട്ടില്ല. ആലോചനാ സമിതിയിൽ നിന്ന് പല കാര്യങ്ങളും കൂടിയിരുന്ന് ആലോചിച്ച് പല കാര്യങ്ങളും പരീക്ഷണങ്ങൾ നടത്തി ആ സമിതിയിൽ നിന്ന് കേരളത്തിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്ന ലതിക മാഡം ഇറങ്ങിപ്പോയെന്തിനാണ്? അതൊക്കെ ജസ്റ്റിസ് കെ ടി തോമസ് പറയണ്ടേ? എന്തുകൊണ്ട് ലതിക മാഡം ഇറങ്ങിപ്പോയി? ശ്രീധരൻ എന്തുകൊണ്ട് ആ വിയോജനക്കുറിപ്പ് എഴുതി സർക്കാരിന് കൊടുത്ത്? ഇതൊക്കെ പറയണ്ടേ? അപ്പോൾ ഒരു ജഡ്ജൊന്നുമല്ല ഈ കാര്യം. ഞാൻ പറയട്ടെ, ഇങ്ങനെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തമിഴ്നാട്ടിൽ നിന്ന് AR ലക്ഷ്മണൻ എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഈ ജസ്റ്റിസ് കെ ടി തോമസ് ഒക്കെയാണ് ഒരു ഡാമിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത്. എക്സ്പേർട്സ് അല്ലേ? സീസ്മോളജിസ്റ്റുകളും ഹൈഡ്രോളജിസ്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും മറ്റു ശാസ്ത്രശാഖകളും പഠിച്ച എക്സ്പേർട്സിൻ്റെ ഒരു പാനലല്ലേ ഇത് അന്വേഷിക്കേണ്ടത്. എന്നിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഇറക്കിയെന്നും പറഞ്ഞാണ് ഇവിടെ ആൾക്കാർ വിവരമില്ലാത്തമാർ നടക്കുന്നത്. ടണലേ 112 അടിക്ക് താഴെ ടണൽ പണിയാന്ന്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ബോധമില്ലാന്ന് ഓർത്ത് തമിഴന്മാർക്ക് ബോധമുണ്ട്. അവർ സമ്മതിക്കുമോ? അങ്ങനെ ടണൽ വരുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ്? അല്ല, 112 അടിക്ക് താഴെ ചെളിയാണ്. ആ ചെളി എങ്ങനെ മാറ്റും? ഫോറസ്റ്റിൽ കൊണ്ടുവന്ന് ഇടാൻ പറ്റില്ല. തേനി ആണ് തൊട്ടടുത്ത ജില്ല. അവിടെ കൊണ്ടുപോയി ഇടാൻ തമിഴന്മാർ സമ്മതിക്കും. ഇത് ആസിഡാണ്. ഇത് കഴിഞ്ഞ 2018 പ്രളയകാലത്ത് ആലുവയിൽ വന്നിട്ട് എല്ലാ മരങ്ങളും റബ്ബർ മരങ്ങളടക്കം ഉണങ്ങിപ്പോയി.
പാടമൊക്കെ നശിച്ച് വാഴ. ഈ ശ്രീധരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന്. അതാണ് ഈ ശ്രീധരൻ നമ്മുടെ കേരളിനെ പറ്റി പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പഠിച്ചിട്ട് പറയാം. റെയിൽവേ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് അല്ലേ. അദ്ദേഹമാണല്ലോ മെട്രോ റെയിൽവേ ഒക്കെ ഡൽഹിയിലും ഇവിടെയൊക്കെ ഉണ്ടാക്കിയത്. അത് പഠിച്ചിട്ട് പറയാമെന്നാണ് പത്രക്കാർ ചോദിച്ചപ്പോൾ, കേരളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലാത്തതാണ് ഡാം എഞ്ചിനീയറിങ്. അത് പഠിക്കണ്ടേ? അത് പഠിച്ചിട്ടല്ലേ പറയാവൂ. ചുമ്മാ ഇരുന്ന് അങ്ങ് പറയുക. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണ്? ഒന്നും പഠിക്കാതെ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫി പഠിക്കാണ്ട്, ഡാമിൻ്റെ സ്ട്രക്ചർ പഠിക്കാണ്ട് വെറുതെ ഇരുന്ന് അങ്ങോട്ട് പറയാം. 112 അടിക്ക് താഴെ ചെളിയാണ്. ആ ചെളി ലോകത്തൊരിടത്തും കൊണ്ടുപോയി ഇടാൻ പറ്റില്ല. ഒരാളും ഫോറസ്റ്റിലിടാൻ, ഫോറസ്റ്റ് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. തമിഴ്നാട്ടുകാർ അവിടെ കയറ്റില്ല. നമ്മളെപ്പോലെ ബോധമില്ലാത്ത ജനങ്ങളൊന്നുമല്ല, അവിടെ കയറ്റില്ല. പിന്നെ അവിടെ കൊണ്ടുപോയിടും. അതൊന്ന്. പിന്നെ ഇദ്ദേഹം വിചാരിക്കണം എന്താണ്, ഈ കാച്ച്മെൻറ്റ്, ഈ വെള്ളം കിടക്കുന്ന ഏരിയ മുഴുവനും സമതലാണെന്നാണ്. അത് കുണ്ടും കുഴിയും മലയും കുന്നുമാണ്. ഒരു ടണൽ വെച്ചാൽ ഒരു കുഴിയിലെ വെള്ളം കൂടി പോകും. ബാക്കി ഓരോടത്തും വെച്ചാൽ ഒരു 10-50 ടണൽ വെക്കേണ്ടി വരും. ഇതിലും ഭേദം ഒരു മോട്ടോർ വെച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ പോരെ. ഇപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിൽ 1000 ഹോഴ്സ് പവർ 2000 ഹോഴ്സ് പവർ ഒക്കെ മോട്ടർ ഉണ്ടല്ലോ. അതൊരെണ്ണം തമിഴ്നാട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്കും കുറവില്ല. ഇത് പറയണേ എന്താണെന്ന് വെച്ചാൽ കരാറ് പോകരുത്. ഈ 999 ഇയേഴ്സിൻ്റെ കരാറ് നിലനിൽക്കണം. മനസ്സിലായ? ഏറ്റവും വലിയ ചതിയാണ് 999 ഇയേഴ്സ് കരാറ്. അത് നിലനിൽക്കണം. വേറെ എന്ത് ആൾട്ടർനേറ്റീവ് റെമഡി വന്നാലും കരാറ് പോകും. പണം തരേണ്ടി വരും. വെള്ളം കൊണ്ടുപോകണതിന് പണം തരേണ്ടി വരും. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഖജനാവിലേക്ക് കാശ് എടുത്ത് വെക്കേണ്ടി വരും. അതൊഴിവാക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം കാശ് കിട്ടിയാൽ മതി, ഖജനാവിൽ വരണ്ട.